കർത്താവിന്റെ ധന്യനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വീണ്ടും വരാമെന്ന് അരുളി ചെയ്ത യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ കൂടി വന്നിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. കർത്താവ് വലിയ കാര്യങ്ങൾ നമ്മുടെ മധ്യത്തിൽ ചെയ്യുവാൻ തക്കവണ്ണം അവിടുന്ന് വിശ്വസ്തനാണ്. ഓരോ ദിവസവും നമ്മെ വചനം കൊണ്ടും ആത്മാവ് കൊണ്ടും ശക്തി കൊണ്ടും ശബ്ദം കൊണ്ടുമൊക്കെ നിറയ്ക്കുന്ന നല്ല കർത്താവിനെ ഈ രാത്രിയിൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ, ഈ സമയം നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ ഓർക്കുന്നു. ഒരിക്കൽ കൂടെ കടന്നു വന്ന നിങ്ങളെ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളുടെ റെഗുലർ മീറ്റിങ്ങിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്താട്ടെ. എല്ലാ ദിവസവും രാവിലെ 6:30 വൈകുന്നേരം 6:30 ദൈവത്തിൻ്റെ കൃപയാൽ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ ദൈവത്തിൻ്റെ വചനമുണ്ട്. നമ്മുടെ ഈ ചാനലിൽ ദൈവത്തിൻ്റെ വചനമുണ്ട്. ഒട്ടനേകം സാക്ഷ്യങ്ങൾ, ഒട്ടനേകം സാക്ഷ്യങ്ങൾ. എനിക്ക് സാക്ഷ്യത്തിനായിട്ട് ഒരു ദിവസം മീറ്റിംഗ്, ഈ നമ്മുടെ ഒരു ദിവസത്തെ മീറ്റിംഗ് സാക്ഷ്യത്തിനായിട്ട് മാറ്റിവെച്ച എന്താന്ന് വരെ ഞാൻ ചിന്തിക്കുന്നുണ്ട്. സാധാരണമായ വിടുതൽ, ആഴമേറിയ വിടുതൽ, എൻ്റെ ഓരോ ദിവസത്തെയും വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്ന പല ഘടകങ്ങളിലൊന്ന് നിങ്ങളെപ്പോലുള്ളവർ എന്നെ വാട്സാപ്പിലൂടെ അറിയിക്കുന്ന സാക്ഷ്യങ്ങളാണ്. ഇന്നൊരു സഹോദരി മെസ്സേജ് അയച്ചേക്കാണ്. കുറച്ച് നാളുകൊണ്ട് മീറ്റിംഗ് വാച്ച് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ മുൻപേ ഉണ്ടായ സംഭവമാണ് ഇന്ന് പറഞ്ഞത്. ഒത്തിരി നാളുകൊണ്ട് നമ്മുടെ ലൈവ് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്ന മെസ്സേജുകൾ കേൾക്കുന്നു. അപ്പോൾ ഒരു ദിവസം യാദർശികമായി കണ്ട ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അവർ മെസ്സേജ് കേട്ടോണ്ടിരുന്നപ്പോൾ അവരുടെ തലയിൽ നിന്ന് എന്തോ ഒരു സാധനം, ഒരു കറുത്ത സാധനം, അവരുടെ സന്ദേശം കേട്ടോണ്ടിരിക്കുമ്പോൾ ഒരു കറുത്ത എന്തോ ഒരു സംഭവം അവരിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞു മാറിപ്പോണ പോലെ അവർ കണ്ടു. അവർ പറഞ്ഞ അകക്കണ്ണുകൊണ്ട് ഞാൻ കണ്ടു പാസ്റ്ററെ. മെസ്സേജ് കേട്ടോണ്ടിരിക്കലും എന്തോ ഒരു സംഭവം എൻ്റെ തലയിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞു മാറിപ്പോണ പോലെ എൻ്റെ അകത്തെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടു പാസ്റ്ററെ എന്ന് പറഞ്ഞ് അവർ ഇതിട്ടേക്കുവാണ്. തുടങ്ങി 2-3 സാക്ഷ്യം അവരിങ്ങനെ ഇട്ടു. എല്ലാം ഞാൻ പറയുന്നില്ല, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അവരുടെ അനുഭവങ്ങളെക്കുറിച്ച് അവർ പറഞ്ഞതാണ് ഞാൻ പറയുന്നത്. ഇതൊക്കെ ഉള്ളത് പറയാൻ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. ഞാൻ ഒത്തിരി സന്ദേശങ്ങൾ കേൾക്കുന്നവനും കേട്ടവനുമാണ്. എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. എന്നാൽ ഒരു ശുശ്രൂഷകനാകുന്ന എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയും അനുഭവങ്ങൾ വിശ്വസിക്കുന്നവരുടെ ജീവിതത്തിൽ ദൈവം നൽകുന്നു എന്നത് ഒരു പാഠമാണ്. അങ്ങനെയാണ് ശുശ്രൂഷകളിൽ വളരുന്നത്. അല്ലാതെ നമ്മൾ ബൈബിൾ കോളേജിൽ പോയി ബിരുദാനന്തര ബിരുദം എടുത്തു, അത് നമുക്ക് തിയോളജിക്കലി പല കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും. പക്ഷെ അനുഭവങ്ങൾ എന്ന് പറയുന്നത് യേശുവിനെ പോലും ആശ്ചര്യപ്പെടുത്തി. യേശു വിശ്വാസത്തെക്കുറിച്ച് പഠിപ്പിച്ച വ്യക്തിയാണ്, വിശ്വാസം വേണമെന്ന് ആവശ്യപ്പെട്ട വ്യക്തിയാണ്. പക്ഷേ കർത്താവിൻ്റെ മുമ്പിൽ എൻ്റെ പുരയ്ക്കകത്ത് വരാൻ നീ യോഗ്യനല്ലെന്നും നിൽക്കുന്നിടത്ത് നിന്ന് അവിടുന്ന് ഒരു വാക്ക് കൽപ്പിച്ചാൽ എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരുമെന്ന് പറഞ്ഞ ആ വാക്കിൽ യേശുവിന് അതൊരു പുതിയ സിലബസ് ആയിരുന്നു. യേശുവിന് അതൊരു പുതിയ പാഠമായിരുന്നു. യേശുവിന് അതൊരു പുതിയ അനുഭവമായിരുന്നു. കർത്താവ് തിരിഞ്ഞ് ഇസ്രായേൽ ജനത്തെ നോക്കി, തിരിഞ്ഞ് അവൻ പുറകിൽ നിന്ന ജനത്തെ നോക്കി അവൻ പറയാണ്, ഇസ്രായേലിൽ പോലും ഇത്രയും വലിയ വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല. യേശുവിനെ പോലും അത്ഭുതപ്പെടുത്തിയ വിശ്വാസം. സുഹൃത്തെ, വിശ്വാസങ്ങൾ അങ്ങനെയും ഉണ്ട്, വിശ്വാസങ്ങൾ ആ നിലകളിലും ഉണ്ട്. പ്രൈസ് ടു ജീസസ്. സോ എൻ്റെ ജീവിതത്തിൽ ഒത്തിരി കാര്യങ്ങൾ ഈ ദിവസങ്ങളിൽ പലരുടെയും ജീവിതത്തിലെ സാക്ഷ്യങ്ങൾ കേൾക്കുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഒത്തിരി വിശ്വാസം വർദ്ധിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഇന്ന് ആദ്യമായിട്ടും അല്ലാതെയൊക്കെ ഞങ്ങളെ കാണുന്ന എല്ലാ ദൈവമക്കളോടും പറയുന്നു, നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുക, ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിക്കുക. അവിടുന്ന് മറക്കാനാകാത്ത ഒരനുഭവം നിങ്ങൾക്ക് നൽകിത്തരാൻ എൻ്റെ ദൈവം മതിയായവനാണ്. സോ നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിലേക്ക് പ്രവേശിക്കാം. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 20-ാമത്തെ അധ്യായം. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 20-ാമത്തെ അധ്യായം. അതിൻ്റെ 1-ാമത്തെ വാക്യം നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായി എടുക്കാം. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 20-ാമത്തെ അധ്യായം, അതിൻ്റെ 1-ാമത്തെ
വാക്യം. എന്നാൽ യിരെമ്യാവ് ഈ കാര്യങ്ങളെ പ്രവചിക്കുന്നത് ഇമ്മേരിന്റെ മകനും യഹോവയുടെ ആലയത്തിനു പ്രധാന വിചാരകനുമായ പശ്ഹൂർ പുരോഹിതൻ കേട്ടിട്ട് യിരെമ്യാ പ്രവാചകനെ അടിച്ചു. യഹോവയുടെ ആലയത്തിനരികെയുള്ള മേലത്തെ ബെന്യാമീൻ ഗോപുരത്തിങ്കലെ ആമത്തിൽ ഇട്ടു. 1-2 വാക്യങ്ങൾ ഞാൻ വായിച്ചു. 1 അടിച്ചു, 2 ആമത്തിൽ ഇട്ടു. ആരെയാണ്? ദൈവത്തിൻ്റെ ആലയത്തിൻ്റെ പുരോഹിതനാകുന്ന പശ്ഹൂർ എന്നു പേരുള്ള പുരോഹിതൻ, ദൈവത്തിൻ്റെ അതിശക്തനായ, ദൈവം വിളിച്ച, ദൈവത്തെ അറിഞ്ഞ, എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ടും നിന്നെ കൊണ്ടേ പറ്റൂ എന്ന് ദൈവം തന്നെ പറഞ്ഞ് സമ്മതിപ്പിച്ച് വെളിപ്പെടുത്തി അഭിഷേകം ചെയ്ത് ഇറക്കിയ യിരെമ്യാ പ്രവാചകനെ അടിച്ചു. ഒത്തിരി ചരിത്രത്തിലോട്ട് പോയാൽ നമ്മുടെ സമയപരിമിതി കൊണ്ട് നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ആശയങ്ങളും ആലോചനകളും മാത്രം പറഞ്ഞ് നിങ്ങൾക്കായി ചുരുങ്ങിയ സമയമായതുകൊണ്ട് പ്രാർത്ഥിക്കാൻ ദൈവകൃപയിൽ ശരണപ്പെടുന്നു. ദൈവത്തെ അറിഞ്ഞ ഒരു വ്യക്തി അവിടെ നിൽക്കട്ടെ. എന്നാൽ ദൈവം ബാല്യകാലത്തിൽ തിരഞ്ഞെടുത്ത ദൈവിക തിരഞ്ഞെടുപ്പുള്ള, ദൈവത്തിന് ഇഷ്ടമുള്ള, മറ്റാരോടും പറയാത്ത വാക്കുകളും വാചകങ്ങളും വാഗ്ദത്തങ്ങളും ദൈവത്തിന്റെ ശബ്ദം കൊണ്ട് ദൈവം തന്നെ പറഞ്ഞ്, ദൈവം തന്നെ തൊട്ട് ശക്തീകരിച്ച യിരെമ്യാ പ്രവാചകനാണ്. ഒന്നും കൂടെ ലെവലിൽ പറഞ്ഞാൽ ഒരു ദൈവ പൈതലിനാണ് ഈ പുരോഹിതന്റെ കയ്യിൽ നിന്ന് അടികൊള്ളുന്നത്. ഒറ്റ വാക്കിൽ ഒന്നുകൂടെ സ്റ്റഡിക്ക് അങ്ങോട്ട് പറഞ്ഞാൽ, ദൈവത്തെ അറിഞ്ഞവൻ അടികൊണ്ടു, ദൈവവേലയ്ക്ക് ഇറങ്ങിയവൻ അടികൊണ്ടു. വാക്കുകൾ കൊണ്ട് ഇവിടെ മുൻപോട്ട് ഈ അധ്യായം 20-ാമത്തെ അധ്യായം, യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 20-ാമത്തെ അധ്യായം മുൻപോട്ട് നമ്മളിങ്ങനെ വായിച്ചു പോകുമ്പോൾ, അടി എന്ന് പറയുമ്പോൾ അവരുടെ രീതി അനുസരിച്ച്, അവരുടെ നിയമം അനുസരിച്ച് 1 - 39 അടി യിരെമ്യാവിന് കൊടുത്തു എന്ന് നമുക്ക് വായിക്കാൻ പറ്റും. ചരിത്ര പുസ്തകങ്ങൾ പഠിച്ചാൽ നമുക്കതറിയാൻ പറ്റും. 1 - 39 അടി കൊടുത്തു. മാറി നിൽക്കട്ടെ. ഒരു രാത്രി മുഴുവനും ആമത്തിലിട്ട് പൂട്ടി. മാറി നിൽക്കട്ടെ. ഇതെല്ലാം കഴിഞ്ഞിട്ട് അടി ഇവിടം കൊണ്ടും തീരുന്നില്ല, മർദ്ദനം ഇവിടം കൊണ്ടും തീരുന്നില്ല. ഈ പുരോഹിതൻ തന്നെ ഈ ദൈവ പൈതലിനെ, അങ്ങനെ ഞാൻ പറയുക കേട്ടോ, പ്രവാചകൻ എന്നുള്ളത് ഒന്ന് ഞാൻ മാറ്റി നിർത്തിക്കൊണ്ട് പറയാം, ഈ ദൈവത്തെ അറിഞ്ഞ മനുഷ്യനെ നേരെ കൊണ്ട് ഒരു നിന്ദാ വിഷയമാക്കത്തക്ക നിലയിൽ, ഒരാക്ഷേപപാത്രമാക്കത്തക്ക നിലയിൽ, ജനം നോക്കി പരിഹസിക്കട്ടെ എന്ന് തന്നെ പറഞ്ഞ് പബ്ലിക്കായി കൊണ്ട് നിർത്തി ആളുകളെ കൊണ്ട് നിന്ദിപ്പിക്കുകയും കുത്തുവാക്ക് പറയിക്കുകയും ഏഷണി പറയിക്കുകയും ദുഷിക്കുകയും ആക്ഷേപിക്കുകയും ഒക്കെ ചെയ്യിക്കുന്ന ഒരു ഭാഗം മുൻപോട്ട് വായിക്കുമ്പം നമുക്ക് കാണാനായിട്ട് പറ്റും. ഇന്നത്തെ ഈ ചിന്ത നമ്മെ നന്നായി ചിന്തിപ്പിക്കും. എന്തുകൊണ്ട് ഒരു ദൈവത്തെ അറിഞ്ഞ ഒരു വ്യക്തിക്ക്, ഇതൊരു പാസ്റ്റർ പ്രവചിച്ച് ദൈവവേലയിൽ ഇറങ്ങുകയോ അല്ലെങ്കിൽ ദൈവത്തെ വിശ്വസിക്കുകയോ ചെയ്ത ഒരു വ്യക്തിയുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ നമുക്കവിടെ ഈ യിരെമ്യാ പ്രവാചകനോട് ദൈവം ഇടപെട്ട ഒരു ഭാഗം നമുക്ക് കാണാൻ പറ്റും. ഒന്നാമത്തെ അധ്യായം, യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാ പറയുന്നേ, യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായത് എന്തെന്നാൽ, നിന്നെ ഉദരത്തിൽ ഉരുവാക്കിയതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു, നീ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു, ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു. എന്നാൽ ഞാൻ
അയ്യോ യഹോവയായ കർത്താവേ, എനിക്ക് സംസാരിക്കുവാൻ അറിഞ്ഞുകൂടാ, ഞാൻ ബാലനല്ലോ എന്ന് പറഞ്ഞു. അതിന് യഹോവ എന്നോട് അരുളി ചെയ്തത്, ഞാൻ ബാലനെന്ന് നീ പറയരുത്. ഞാൻ നിന്നെ അയക്കുന്ന ഏവരുടെയും അടുക്കൽ നീ പോകുകയും ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതൊക്കെയും സംസാരിക്കുകയും വേണം. നീ അവരെ ഭയപ്പെടരുത്. നിന്നെ വിടുവിക്കേണ്ടതിന് ഞാൻ നിന്നോട് കൂടെ ഉണ്ട് എന്ന് യഹോവയുടെ അരുളപ്പാട്. 9-ാമത്തെ വാക്യം. പിന്നെ യഹോവ കൈനീട്ടി എൻ്റെ വായെ തൊട്ടു. ഞാൻ എൻ്റെ വചനങ്ങളെ നിന്റെ വായിൽ തന്നിരിക്കുന്നു. നോക്കുക, നിർമൂലമാക്കുവാനും പൊളിക്കുവാനും നശിപ്പിക്കുവാനും ഇടിച്ചു കളവാനും പണിയുവാനും നടുവാനും വേണ്ടി ഞാൻ നിന്നെ ഇന്ന് ജാതികളുടെ മേലും രാജ്യങ്ങളുടെ മേലും ആക്കി വെച്ചിരിക്കുന്നു എന്ന് യഹോവ എന്നോട് കൽപ്പിച്ചു. തിരിഞ്ഞൊന്ന് ചിന്തിക്കേണ്ട ആവശ്യം വരാതെ, പിന്നൊരു പ്രവചന ദൂതിനു വേണ്ടി ചെവി തിരിക്കേണ്ടി വരാതെ, സാക്ഷാലാകുന്നവൻ തന്നെ യിരെമ്യാ പ്രവാചകനോട് സംസാരിച്ച് അഭിഷേകം ചെയ്ത് തൊട്ട് ഇറക്കിയ ആ വ്യക്തിക്കാണ് ഇന്ന് പശ്ഹൂർ പുരോഹിതന്റെ ഈ ഒരു നിയമ നടപടി തനിക്ക് സ്വീകരിക്കേണ്ടി വന്നത്. എന്നെ കേൾക്കുന്ന മാന്യ സുഹൃത്തെ, ദൈവം ഒത്തിരി വാഗ്ദത്തങ്ങൾ നിങ്ങൾക്ക് തന്നിട്ടും ആലോചനകളും പ്രവചന ശബ്ദങ്ങളും നിങ്ങൾക്ക് തന്നിട്ടും ഈ 1-ാമത്തെ വാക്യം നമുക്ക് വായിക്കുമ്പോൾ യിരെമ്യാ പ്രവാചകന്റെ ലൈഫ് വേറെ ലെവലിലാണ് എന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയും. വേറൊരു ലെവലിൽ അദ്ദേഹത്തെ ദൈവം ശക്തിയോടെ ഉപയോഗിക്കുമെന്നും ഒരു പ്രാണി പോലും തൻ്റെ അടുത്ത് വരാൻ അനുവദിക്കാത്ത നിലയിൽ ദൈവം അദ്ദേഹത്തെ അടച്ചു സൂക്ഷിക്കും എന്നൊക്കെ നമുക്ക് ചിന്തിക്കാൻ വകതരുന്ന നിലയിലുള്ള പ്രവചന ശബ്ദങ്ങളാണ് യഹോവയായ ദൈവത്തിൻ്റെ അധരത്തിൽ നിന്ന് വരുന്നത്. എന്നാൽ ഈ പ്രവചന ശുശ്രൂഷയിൽ, ഈ കർത്തൃവേലയിൽ, ഈ ദൈവവേലയിൽ, ഈ ദൈവവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ജീവിതത്തിൽ ആ മനുഷ്യന് കയറി ഇറങ്ങി പോകേണ്ടി വരുന്നത് നിരവധി ആമങ്ങൾക്കകത്തുകൂടെയും ലജ്ജാകരമായ അവസ്ഥകൾക്കകത്തുകൂടെയും നിന്ദയിലൂടെയും പരിഹാസത്തിലൂടെയും ദുഷിയിലൂടെയും അടികളിലൂടെയും ഒക്കെയാണ് എന്നുള്ളത് മറന്നു കളയാതെ ഇരിക്കുമ്പോൾ തന്നെ ഇത് തൻ്റെ ആത്മീയ ജീവിതത്തിലെ ശുശ്രൂഷയിലെ 3-ാമത്തെ അവസ്ഥയാണ് ഇത് എന്നും കൂടെ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ. എന്നാൽ പല നിലകളിൽ വ്യക്തികളുടെ വാക്കുകൾ കൊണ്ട് തനിക്ക് അടിയേറ്റിട്ടുണ്ടെങ്കിലും ദേഹോപദ്രവമായി തൻ്റെ ജീവിതത്തിൽ ഈ അടിയേൽക്കുന്നത് ഇതാദ്യത്തെ സംഭവമാണ്. എന്നെ കാണുന്ന നിങ്ങളിൽ പലരും ഒരുപക്ഷെ ചിന്തിച്ചിട്ടുണ്ടാകാം, മുൻ നാളുകളിലൊന്നും ഞാൻ അനുഭവിച്ചിട്ടില്ലാത്ത നിലകളിൽ ഈ നാളുകളിൽ എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ അനുഭവിക്കേണ്ടി വരുന്നു എന്നും, മുൻ നാളുകളിൽ ഉണ്ടായിട്ടില്ലാത്തതുപോലത്തെ സംഘർഷങ്ങളും മുൻ നാളുകളിൽ ഉണ്ടായിട്ടില്ലാത്ത പോലത്തെ വരൾച്ചകളും ശൂന്യതകളും പരീക്ഷണങ്ങളും എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഉണ്ടാകുന്നു എന്നും, ദൈവം എന്നെ വിളിച്ചിട്ടില്ലേ, ദൈവം എന്നെ കാണുന്നില്ലേ, ദൈവം എന്നെ അറിയുന്നില്ലേ എന്നൊക്കെ നമ്മളൊക്കെ സ്വാഭാവികമായി ചിന്തിച്ചു പോകത്തക്ക നിലയിൽ ഇന്ന് അങ്ങനത്തെ സാഹചര്യത്തിലായിരുന്നു കൊണ്ട് ഈ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ ആത്മനിറവിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇതിനകത്ത് യിരെമ്യാവിനെ കുറിച്ചും എഴുതി വെച്ചിരിക്കുന്നു. ദൈവത്തെ നോക്കി പിറുപിറുത്ത ഒരു സന്ദർഭം, അല്ലെങ്കിൽ ദൈവത്തെ പഴിച്ചു പറഞ്ഞൊരു സന്ദർഭം. ദൈവമേ, എനിക്ക് സമ്മതമല്ലാത്ത പല കാര്യങ്ങൾക്കും നീ എന്നെ സമ്മതിപ്പിച്ചു. യിരെമ്യാവിന്റെ വായിൽ നിന്ന് വന്നൊരു വാക്കാണ്, ദൈവമേ നീ എന്നെ സമ്മതിപ്പിച്ചു, ദൈവമേ നീ എന്നെ സമ്മതിപ്പിച്ചു. ഇതേ യിരെമ്യാവ് തന്നെ പിന്നെ മുൻപോട്ട് ചില വാക്യങ്ങളിൽ മുമ്പോട്ട് പോകുമ്പോൾ ദൈവത്തെക്കുറിച്ചുള്ള ആത്മീയ സത്യങ്ങളെ തൻ്റെ അന്തരാത്മാവിൽ ദൈവം വെളിപ്പെടുത്തിയ, പരിശുദ്ധാത്മാ വെളിപ്പെടുത്തിയ ചില ആത്മീയ സത്യങ്ങളെ, ദൈവത്തെക്കുറിച്ചുള്ള റിയൽ പിക്ചറിനെ യിരെമ്യാ പ്രവാചകൻ തന്നെ അവിടെ അക്കമിട്ട് പറഞ്ഞിരിക്കുന്നതും നമുക്ക് കാണാൻ കഴിയും. ഞാൻ ഇത്രയും ഒന്ന് പറഞ്ഞു നിർത്തിയത് ഒരു രൂപം നമുക്കെല്ലാവർക്കും വായിച്ച വചനത്തെക്കുറിച്ച് കിട്ടാനാണ്. സുഹൃത്തെ, ദൈവം നിങ്ങളെ വിളിച്ചത് വെറും വിളിയല്ല. കാരണം യിരെമ്യാവിന്റെ പ്രവചനത്തിൽ ചിലത് ഇടിഞ്ഞു, യിരെമ്യാവിന്റെ പ്രവചനത്തിൽ ചിലത് പറഞ്ഞു, യിരെമ്യാവിന്റെ പ്രവചനത്തിൽ ചിലതിന് തട്ടുകിട്ടി, യിരെമ്യാവിന്റെ പ്രവചനത്തിൽ ചിലർ ഭയപ്പെട്ടു, യിരെമ്യാവിന്റെ പ്രവചനത്തിൽ ചിലത് ഇളകി. യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ ആ വാക്ക് ശ്രദ്ധിക്കണം. കാരണം വേറെ ഏതൊരു പ്രവാചകൻ പ്രവചിച്ചപ്പോഴും ഇളകാത്ത സന്ദർഭങ്ങളുണ്ട്. ചിലർ കേട്ടുപോയി,
ചിലർ കരഞ്ഞുപോയി, ചിലർ അങ്കലാപ്പ് വന്നു. പക്ഷേ യിരെമ്യാവിന്റെ വായിൽ ദൈവം കൊടുത്തിരിക്കുന്ന ശബ്ദം അത് ദൈവം ഡയറക്ട്ലി തൊട്ടതാണ്. യിരെമ്യാവിന്റെ നാവിനെ ഒരു അനന്യാസ് തൊട്ടതല്ല, യിരെമ്യാവിന്റെ നാവിനെ ദൈവം തൊട്ട നാവാണ്. ദൈവം തൊട്ട നാവിൻ കൊണ്ട് പ്രാർത്ഥിക്കുകയും ദൈവം തൊട്ട നാവ് കൊണ്ട് സംസാരിക്കുകയും ചെയ്യുമ്പോൾ അത് ചെറിയ ശബ്ദത്തിൽ പറഞ്ഞാലും വലിയ നിലയിൽ പ്രകമ്പനങ്ങൾ ഉണ്ടാക്കും. ദൈവം തൊട്ട അധരം ഏതെങ്കിലും ഒരു ദേശത്ത് എഴുന്നേൽക്കുന്നുണ്ടെങ്കിൽ അവിടുത്തെ ഇരുട്ടിന്റെ ശക്തികൾക്ക് ഇളക്കം സംഭവിക്കും, തട്ട് സംഭവിക്കും, വിള്ളൽ സംഭവിക്കും, ഭയം സംഭവിക്കും, ഭയപ്പാടുകൾ സംഭവിക്കും, പലതും സംഭവിക്കും. ഇവിടെ രണ്ട് സ്ഥലങ്ങളിൽ യിരെമ്യാവ് പ്രവചിക്കുകയാണ്. ഒന്ന് തോഫെത്തിലും, രണ്ട് യെരുശലേമിലും. തോഫെത്തിലും യെരുശലേമിലും പ്രവചിച്ച പ്രവചനങ്ങൾ ആകമൊത്തം ജനത്തെ ഇളക്കി മറിച്ചു. കാരണം ദേശത്തിന് വരാൻ പോകുന്ന ദൈവത്തിന്റെ ന്യായവിധിയെക്കുറിച്ച് വെള്ളം ചേർക്കാതെ യിരെമ്യാ പ്രവാചകൻ പ്രവചിച്ചു. തൽഫലമായി ഈ പ്രവചനമെല്ലാം കഴിഞ്ഞപ്പോൾ ഒരു കൂട്ടം ജനം യിരെമ്യാവിന്റെ പ്രവചനത്തെ ശ്രദ്ധയോടെ കേൾക്കുന്നത് പശ്ഹൂർ പുരോഹിതൻ കണ്ടു. പ്രാർത്ഥിക്കുമ്പോൾ ഒന്നും നടക്കുന്നില്ലെന്ന് നമുക്ക് ആർക്കും പറയാനൊക്കത്തില്ല. വലിയ ഒരു കൂട്ടത്തിൽ ചെറിയ ഒരു കൂട്ടം യിരെമ്യാവിന്റെ പ്രവചന ശബ്ദത്തെ ശ്രദ്ധയോടെ കേട്ടു. ചെറിയ ശബ്ദങ്ങളായിരിക്കാം വലിയ മാറ്റങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരുന്നത്. ചെറിയ പ്രാർത്ഥനകളായിരിക്കാം വലിയ വ്യത്യാസങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരുന്നത്. എന്നാൽ വലിയ കാര്യങ്ങൾ നടക്കുമെന്ന് നമ്മൾ വളരെ പ്രതീക്ഷയോടെ പ്രാർത്ഥിക്കുമ്പോഴും ചെറിയ കാര്യങ്ങളായിരിക്കാം നടക്കുന്നത്. എന്നിരുന്നാൽ പോലും തുടർച്ചയായിട്ടുള്ള നിന്റെ വിട്ടുവീഴ്ചയില്ലാത്ത ദൈവാശ്രയ ബോധവും ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസവും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. എന്നാൽ ഇവിടുത്തെ മാറ്റം, രണ്ട് മാറ്റം സംഭവിക്കുന്നുണ്ട്. ദൈവത്തിന്റെ പ്രവചന ശബ്ദത്തെ വിളിച്ചു പറഞ്ഞ പ്രവാചകന് പോലും ചില മാറ്റങ്ങൾ ഈ സാഹചര്യം ഉണ്ടാക്കി വെക്കുന്നു. സൂക്ഷിക്കേണ്ട ഒരു ഭാഗമാണ് ഞാൻ ഈ പറയുന്നത്. വളരെ സൂക്ഷിക്കേണ്ട ഒരു ഭാഗമാണ് ഞാൻ പറയുന്നത്. കാരണം ദൈവത്തെ അറിഞ്ഞതിന് ശേഷം നമ്മുടെ ജീവിതത്തിൽ വരുന്ന തട്ടുമുട്ടുകൾ ആദ്യം അത് ശരീരത്തെയും മനസ്സിനെയും ബാധിക്കുന്നതിനേക്കാൾ അപ്പുറമായി നമ്മുടെ വിശ്വാസങ്ങളെ ബാധിക്കാൻ സാധ്യതയുണ്ട്. യിരെമ്യാ പ്രവാചകന് പോലും വിശ്വാസത്തിനകത്ത് വ്യതിയാനം സംഭവിച്ചു എന്ന ആ വലിയ സത്യം നമ്മൾ വിസ്മരിച്ചുകൂടാ. കാരണം നീ എന്നെ വിളിച്ചത് ഇതിനായിരുന്നോ എന്ന് ദൈവത്തോട് മധ്യസ്ഥനില്ലാതെ ചോദിച്ച ഒരു വ്യക്തിയും കൂടെയാണ് യിരെമ്യാ പ്രവാചകൻ. ചോദിച്ചിട്ടില്ലേ? നമ്മളിൽ പലരും, ദൈവമേ നീ എന്നെ അഭിഷേകം ചെയ്തത്, അങ്ങ് എന്നെ ശുശ്രൂഷയ്ക്ക് വിളിച്ചത്, അങ്ങ് എന്നെ ഈ വേലയ്ക്ക് ഇറക്കിയത് ഇതിനൊക്കെ വേണ്ടിയിട്ടായിരുന്നോ? ഇതൊക്കെ അനുഭവിക്കാൻ വേണ്ടിയിട്ടായിരുന്നോ? ഇതൊക്കെ ഏറ്റുവാങ്ങാൻ വേണ്ടിയിട്ടായിരുന്നോ? ഇതിനേക്കാളും എൻ്റെ മുൻകാല ജീവിതം നന്നായിരുന്നു എന്ന് ഞാൻ കരുതുന്നു ദൈവമേ എന്നൊക്കെ പറഞ്ഞതും ചിന്തിച്ചതുമായിട്ടുള്ള സന്ദർഭങ്ങൾ ഞാൻ ഉൾപ്പെടെ ഉള്ളവരുടെ ജീവിതത്തിൽ ഇന്നും മങ്ങാതെ മറയാതെ മായാതെ നിൽക്കുമ്പോൾ ഈ പ്രവാചകനാകുന്ന യിരെമ്യാവും ഇതുതന്നെ ദൈവമുഖത്തേക്ക് നോക്കി ചോദിച്ചു. ദൈവം ആട്ടിപ്പായിച്ചില്ല കേട്ടോ, ദൈവം ഉപേക്ഷിച്ചില്ല കേട്ടോ, ദൈവം കുത്തുവാക്ക് സംസാരിച്ചില്ല കേട്ടോ, ആമേൻ, ദൈവം സഭയെന്ന് പുറത്താക്കിയില്ല കേട്ടോ, ദൈവം അഭിഷേകം എടുത്ത് കളഞ്ഞില്ല കേട്ടോ. ജീവിതത്തിൽ ഇതൊക്കെ നഗ്നമായി നടക്കാൻ സാധ്യതയുള്ള ചില കാര്യങ്ങളാണ് എന്നുള്ളത് കൊണ്ടാണ് പരിശുദ്ധാത്മാവ് ഈ വാക്യവും മായ്ച്ചു കളയാതെ ഇതിനകത്തിട്ടത്. എന്നെ കാണുന്ന ശുശ്രൂഷകന്മാരുണ്ടോ? എന്നെ കാണുന്ന ദൈവവേലയിൽ നിൽക്കുന്ന ദൈവദാസിമാരുണ്ടോ? എന്നെ കാണുന്ന പ്രവാചകിമാരും പ്രവാചകന്മാരുമുണ്ടോ? വിശ്വാസികളുണ്ടോ? പ്രാർത്ഥിക്കുന്നവരുണ്ടോ? ഇപ്പോൾ വിശ്വാസ ജീവിതത്തിലേക്ക് രക്ഷിക്കപ്പെട്ടു വന്നവരുണ്ടോ? നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധ വളരെ താഴ്മയോടെ ഞാൻ ക്ഷണിച്ചുകൊണ്ട് ഈ വിശുദ്ധ വചനത്തിൽ നിന്ന് ഞാൻ ഒരു ആത്മീയാലോചന താങ്കളോട് അറിയിക്കുകയാണ്. പ്രിയപ്പെട്ട സുഹൃത്തെ, ദൈവവേലയിൽ നിൽക്കുമ്പോൾ തന്നെ മടുത്തുപോകുന്ന, നിർത്തിപ്പോയാൽ എന്നാ എന്ന് ചിന്തിക്കുന്ന, ഇതൊക്കെ അങ്ങ് വിട്ടുകളഞ്ഞാൽ എന്താ എന്ന് ചിന്തിക്കുന്ന, ഇതൊക്കെ യാഥാർത്ഥ്യമാണോ എന്ന് പോലും ചിന്ത വരുന്ന നിലകളിൽ ജീവിതത്തിൽ പുരോഹിത സ്ഥാനത്ത് നിൽക്കുന്നവർ, ഉന്നത സ്ഥാനങ്ങളിൽ നിൽക്കുന്നവർ, പശ്ഹൂർ എന്ന് പറയുന്നത് ഒരു ഉന്നത സ്ഥാനത്ത് നിൽക്കുന്ന ഒരു പുരോഹിതനും ദൈവാലയത്തിന്റെ കാര്യവിചാരകനുമാകുന്ന, ദൈവാലയത്തിന്റെ പ്രധാന പുരോഹിതനുമാകുന്ന പശ്ഹൂർ യിരെമ്യാവിനെ അടിച്ചപ്പോൾ
ഉന്നത സ്ഥാനങ്ങളിൽ നിൽക്കുന്നവർ പോലും നമുക്ക് നേരെ വിരൽ ചൂണ്ടുന്ന സന്ദർഭത്തിൽ, ഉന്നത സ്ഥാനത്ത് നിൽക്കുന്നവർ പോലും വാക്കുകൾ കൊണ്ടും നിയമങ്ങൾ കൊണ്ടും ആക്ഷേപം കൊണ്ടും ആശയങ്ങൾ കൊണ്ടും നമ്മെ അടിച്ച അമർത്തുന്ന സന്ദർഭങ്ങളിൽ എന്തിനിങ്ങനെയൊക്കെ ഈ ആത്മീയ ശുശ്രൂഷയിലും ആത്മീയ ജീവിതത്തിലും ഞാൻ വില കൊടുത്ത് നിൽക്കണം എന്ന് ചിന്തിച്ചു പോകത്തക്ക സന്ദർഭങ്ങളിൽ സാഹചര്യവും സാത്താനും നമ്മെ കൊണ്ടെത്തിച്ചാലും മറന്നുപോകാതെ യിരെമ്യാ പ്രവാചകൻ അക്കമിട്ട് പറഞ്ഞ ചില വാചകങ്ങൾ, ചില ആത്മീയ സത്യങ്ങൾ, ചില ദൂതുകൾ, ചില പ്രവചനങ്ങൾ ഇന്ന് ഇന്ത്യൻ സഭയ്ക്ക്, ലോകവ്യാപകമായ സഭയ്ക്ക് പരിശുദ്ധാത്മാവ് സമ്മാനിച്ചു വെച്ചിരിക്കുന്നത് എങ്ങനെയാണ്? അതിന്റെ 11-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് പോയാൽ അത് കാണാം. എങ്കിലും വേഗത്തിൽ നമുക്കൊന്ന് 7-ാമത്തെ വാക്യത്തിലേക്ക് പോയിട്ട് 11-ലേക്ക് പോകാം. കാരണം 7-ാമത്തെ വാക്യത്തിൽ പറയുന്ന യിരെമ്യാവ് ഇതാണ്. ഏതാണ്? വായിച്ചേ. യഹോവേ, നീ എന്നെ സമ്മതിപ്പിക്കുകയും ഞാൻ സമ്മതിച്ചു പോകുകയും ചെയ്തു. നീ ബലം പ്രയോഗിച്ച് ജയിച്ചിരിക്കുന്നു. ഞാൻ ഇടവിടാതെ പരിഹാസ വിഷയമായിരിക്കുന്നു. എല്ലാവരും എന്നെ പരിഹസിക്കുന്നു. സംസാരിക്കുമ്പോഴൊക്കെയും ഞാൻ നിലവിളിച്ചു. സാഹസത്തെയും ബലാത്കാരത്തെയും കുറിച്ച് ആവലാതി പറയേണ്ടി വരുന്നു. അങ്ങനെ യഹോവയുടെ വചനം എനിക്ക് ഇടവിടാതെ നിന്ദയ്ക്കും പരിഹാസത്തിനും ഹേതുവായിരിക്കുന്നു. ഞാൻ ഇനി അവനെ ഓർക്കുകയില്ല, അവന്റെ നാമത്തിൽ സംസാരിക്കുകയുമില്ല എന്ന് പറഞ്ഞാലോ. ഇത് യിരെമ്യാവ് ദൈവത്തെ ത്യജിക്കാൻ തയ്യാറെടുക്കുന്ന ഒരു ഭാഗമാണ്. എത്ര വട്ടം ദൈവവിശ്വാസത്തെ ത്യജിക്കാൻ താങ്കൾ തയ്യാറായി? എത്ര വട്ടം ദൈവവേലയെ ഒഴിവാക്കി ജീവിതത്തിലേക്ക് ഒരു പ്രാകൃത മനുഷ്യനെ പോലെ ഇറങ്ങിപ്പോയാൽ എന്താ എന്ന് ചിന്തിച്ച സമയങ്ങളുണ്ട്. എത്ര പ്രാവശ്യം പ്രാർത്ഥന ഞാൻ നിർത്താൻ പോകുന്നു എന്ന് താങ്കൾ ഉള്ളിൽ തീരുമാനമെടുത്ത സമയങ്ങളുണ്ട്. എത്ര പ്രാവശ്യം ഇനി ഈ പ്രാർത്ഥന കൂട്ടായ്മയിൽ പോലും ഞാൻ ഇനി സംബന്ധിക്കുകയില്ല എന്ന് ഉള്ളിൽ നിശ്ചയിച്ചുറപ്പിച്ച സന്ദർഭങ്ങളുണ്ട്. എന്നാൽ യിരെമ്യാവും ഇത്രയും വരെ പറഞ്ഞിട്ട് അടുത്തൊരു വാചകം തുടരുകയാണ്. ഞാൻ പറഞ്ഞാലോ, ഇനി യഹോവയുടെ നാമത്തിൽ സംസാരിക്കയില്ലെന്ന് പറഞ്ഞാലോ, പ്രവചിക്കയില്ലെന്ന് പറഞ്ഞാലോ, പ്രാർത്ഥിക്കയില്ലെന്ന് പറഞ്ഞാലോ, അത് എന്റെ അസ്ഥികളിൽ അടയ്ക്കപ്പെട്ടിട്ട് എന്റെ ഹൃദയത്തിൽ തീ കത്തും പോലെ ഇരിക്കുന്നു. ഞാൻ സഹിച്ച് തളർന്നു, എനിക്ക് വയ്യാതെയായി. യേശുവിന്റെ നാമത്തിൽ യിരെമ്യാവിനെ ദൈവം തൊട്ടല്ലോ. നാം വായിച്ചത് നാവെന്നാണ്. പക്ഷെ ദൈവത്തിന്റെ ഒരൊറ്റ സ്പർശനത്തിലൂടെ ആ ശക്തി തന്റെ അസ്ഥിക്കകത്ത് ആർക്കും എടുത്തു കളവാൻ കഴിയാത്ത നിലയിൽ. സുഹൃത്തെ, എന്തുകൊണ്ടാണ് അസ്ഥിക്കകത്ത് അത് അടയ്ക്കപ്പെട്ടതെന്നറിയാമോ? അസ്ഥിക്കകത്ത് എന്തുകൊണ്ടാണ് ദൈവവചനം അടയ്ക്കപ്പെട്ടു? ദൈവം എന്തുകൊണ്ട് അതിനെ അസ്ഥിക്കകത്ത് ദൈവവചനത്തെ ആക്കിയെന്നറിയാമോ? ത്വക്കിനകത്ത് വെച്ചാൽ കീറിയെടുക്കും. മാംസത്തിനകത്ത് തുളച്ചു വെച്ച് കഴിഞ്ഞാൽ അവിടെ വരെയും കീറിയെടുക്കും. ഒരവയവത്തിനകത്ത് അടച്ചാലോ അതിനെ റീപ്ലേസ് ചെയ്ത് കളയും. ആമേൻ. കുടലിനകത്ത് അടച്ചാലോ അവിടെ ചിലപ്പോ PVC കണക്ട് ചെയ്തെന്ന് വരും. അത് വെട്ടിക്കളഞ്ഞിട്ട് വീണ്ടും വേറെ എവിടെയെങ്കിലും ഒളിപ്പിച്ചാലോ, തലമുടിക്കകത്ത് ഒളിപ്പിച്ചാലോ തലമുടി കത്രിച്ചു കളഞ്ഞെന്ന് വരും. പക്ഷെ അസ്ഥിക്കകത്തേക്ക് ഇറക്കിയാലോ അതൊന്നും ചെയ്യാൻ കഴിയത്തില്ല. പ്രൈസ് ടു ജീസസ്. ഹല്ലേലൂയ. ഒരു ശരീരം കീറിയെടുക്കുന്ന പോലെ, ഒരു ശരീരം കീറി ഹാർട്ട് എടുത്ത് പുറത്തു വെക്കുന്ന പോലെ അസ്ഥി കീറി അസ്ഥിക്കകത്തുള്ള സാധനം എടുത്ത് പുറത്തു വെക്കുന്ന നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. ഡ്രില്ല് ചെയ്യും, റീപ്ലേസ് ചെയ്യും, നീയൊക്കെ റീപ്ലേസ് ചെയ്യും. പക്ഷെ ആരും അസ്ഥിയെ കീറി അതിനകത്തിരിക്കുന്ന അങ്ങനെ സാധനം എടുത്ത് പുറത്തു വെച്ചിട്ട് വേറെ സാധനം എടുത്ത് അകത്ത് വെച്ച് തുന്നിക്കെട്ടുന്നതൊന്നും ഞാൻ കണ്ടിട്ടില്ല, പഠിച്ചിട്ടില്ല. ദൈവം എവിടെ നിന്നെ തൊട്ടാൽ, എവിടെ നിന്നെ അടച്ചാൽ, എവിടെ നിന്നെ ഉരുവാക്കിയാൽ, എവിടെ നിന്നെ രൂപാന്തരപ്പെടുത്തിയാൽ, എവിടെ നിന്റെ മേൽ നിക്ഷേപിച്ചാൽ നീ നിൽക്കൂ എന്ന് കർത്താവിനറിയാം. ശത്രു തലമുടിക്കകത്ത് അഭിഷേകം സ്വരൂപിച്ചു വെച്ചപ്പോ ശിംശോനെ ദലീലയുടെ രൂപത്തിൽ വന്ന് അങ്ങ് വശീകരിച്ചു. പ്രൈസ് ഗോഡ്. ദാവീദിനെയും അപ്രകാരമൊക്കെ തന്നെ ഏതാണ്ട് ചെയ്തു. പക്ഷെ പുള്ളി മടങ്ങി വന്നു. യൂദായെയും അങ്ങനെ തന്നെ ചെയ്തു. പക്ഷെ മടങ്ങി വന്നില്ല. പുള്ളി കെട്ടിഞ്ഞാന്ന് ചത്തു. കുടലെല്ലാം തുറിച്ചുപോയി.
എന്നാൽ യിരെമ്യാവിനെ വലിച്ചെടുത്തോണ്ട് പോകാൻ പഠിച്ച വിദ്യ 18 പിശാച് നോക്കിയപ്പോ യിരെമ്യാവ് തന്നെ ദൈവം എവിടെയാ റിയലായിട്ട് അദ്ദേഹത്തിന്റെ മേലുള്ളത് ഒളിപ്പിച്ചു വെച്ചേക്കുന്നെന്ന് അദ്ദേഹം തന്നെ പ്രവചിച്ച് പറയുക, എന്റെ അസ്ഥികളിൽ അടച്ചു, പക്ഷെ എന്റെ ഹൃദയത്തിൽ തീ കത്തുന്നേ. യേശുവിന്റെ നാമത്തിൽ ചിലത് നമ്മുടെ പ്രാർത്ഥനകളിലൂടെയാണ് പുറത്തു വരുന്നതെങ്കിലും ഇതിന്റെ നിക്ഷേപം ദൈവം വെച്ചേക്കുന്ന സ്ഥലം ഒരു സാത്താനും വെളിപ്പെടുത്തി കൊടുത്തിട്ടില്ല. നീ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നു, നിന്റെ പ്രാർത്ഥനാ ജീവിതത്തിന് നേരെയാ പോരാട്ടം. എന്നാ പിന്നെ നിന്റെ പ്രാർത്ഥന അങ്ങ് കെട്ടിക്കളയാമെന്ന് പിശാച് വിചാരിച്ചാലും ദൈവം ഇതിന്റെ സോഴ്സ് വെച്ചേക്കുന്ന സ്ഥലം വേറെയാ. നിന്റെ പ്രാർത്ഥന കെട്ടിയ നിന്റെ ആത്മീയ ജീവിതം ഉടഞ്ഞു പോകത്തില്ല കേട്ടോ. നീ പാടുന്നു പാടുന്നു പാടുന്നു, പാട്ടിലാ നിന്റെ സംഭവം വെച്ചേക്കുന്നെന്ന് ചിലർ തീരുമാനിക്കും. ചിലർ പറയും മേലാൽ ഇനി ഇവിടെ പാടിപ്പോകരുത്. പക്ഷെ നിന്റെ പാട്ടും പാട്ടുപെട്ടിയും കെട്ടിയാലും ദൈവം നിനക്കുള്ളത് നിക്ഷേപിച്ചു വെച്ചേക്കുന്ന സ്ഥലം വേറെയാ. അങ്ങനെയും നിന്നെ എടുക്കാനൊക്കത്തില്ല. സ്തോത്രം. 2 വാക്ക് പറഞ്ഞു, സാത്താൻ വായിച്ചാൽ കൺഫ്യൂസ്ഡ് ആകും. കാരണം ഇതെന്റെ അസ്ഥികളിൽ അടച്ചിട്ട് ഹൃദയത്തിൽ തീ കത്തുന്ന പോലെ. അപ്പൊ അസ്ഥിയാണോ ഹൃദയമാണോ? ആകെ ഇപ്പൊ സാത്താൻ കൺഫ്യൂസ്ഡാ. പ്രൈസ് ഗോഡ്. ഇതൊക്കെ ദൈവമക്കൾക്ക് മാത്രം പറയാൻ പറ്റുന്ന കാര്യങ്ങളാട്ടോ. എടോ, അസ്ഥിക്കകത്ത് അടച്ച അസ്ഥിക്കകത്തല്ലയോടോ കമ്പനം ഉണ്ടാവേണ്ടേ? അസ്ഥി ഹൃദയം യാതൊരു ബന്ധവുമില്ല. ഗ്ലോറി, ഹല്ലേലൂയ, സ്തോത്രം. ഇത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? നിന്റെ വിശ്വാസത്തെ കെട്ടിക്കളയാം, എന്നാ പിന്നെ അവൻ ഈ ആത്മീയ ജീവിതത്തിൽ നിന്ന് പൊക്കോളും. കുഞ്ഞെ, ദൈവം നിന്നെ തെരഞ്ഞെടുത്ത സമയം എവിടെയാണോ നിനക്കുള്ളത് നിക്ഷേപിച്ചിരിക്കുന്നത്, നിന്റെ അഭിഷേകം എവിടെയാ സ്വരൂപിച്ചേക്കുന്നേ? നിന്നെ എന്താ സ്വാധീനിച്ചേ? ഒരു പാട്ടാണോ സ്വാധീനിച്ചേ? ഒരു വചനമാണോ സ്വാധീനിച്ചേ? പരിശുദ്ധാത്മ സാന്നിധ്യമാണോ സ്വാധീനിച്ചേ? നമുക്കറിയത്തില്ല. എപ്പോഴാ കർത്താവിനെ ആദ്യമായിട്ട് നമ്മൾ അറിയത്തില്ല. ഞാൻ ആദ്യമായിട്ട് ദൈവം എന്നെ സ്വാധീനിച്ച സമയം ഏതാ അറിയത്തില്ല. ആർക്കും ഈ ലോകത്ത് പറയാൻ പറ്റത്തില്ല. അത് ഞാൻ അവിടെ മീറ്റിങ്ങിന് പോയപ്പോഴും ഇവിടെ പറയാൻ പറ്റത്തില്ല. അതിനു മുൻപേ എപ്പോഴൊക്കെയോ ഈ കർത്താവ് എന്നെ സ്വാധീനിച്ചത് കൊണ്ടാണ് ഇന്നും ഈ പറയത്തക്ക പോലെ. ഇപ്പൊ യിരെമ്യാവ് പറഞ്ഞല്ലോ, എന്നെ പരിഹസിച്ചു, ഞാൻ ഇടവിടാതെ നിന്നാ വിഷയമായി. കർത്താവിന്റെ വചനം തന്നെ എനിക്കൊരു നിന്നാ വിഷയത്തിന്റെ കാരണമായി തീർന്നു എന്നൊക്കെ പച്ചയ്ക്ക് പറയുമ്പോ ഇതൊക്കെ നമ്മളെ പോലുള്ള മനുഷ്യരും പറഞ്ഞ വാക്കുകൾ തന്നെയാണ്. ഞാൻ ദൈവത്തെ അറിഞ്ഞതിന് ശേഷം ഇത്രയും പ്രശ്നം, പോരാട്ടം, ബന്ധങ്ങൾ അകന്നുപോയത്, ജോലി നഷ്ടപ്പെട്ടത്, പ്രതികൂലം വർദ്ധിച്ച് നമ്മൾ പറയുന്ന വാക്കാ യിരെമ്യാവും പറഞ്ഞേ. എന്താ സംശയം? പക്ഷേ ഇനി ഒരിക്കലും ഞാൻ പ്രാർത്ഥിക്കത്തില്ല, ഇനി ഒരിക്കലും ഞാൻ ഉപവസിക്കത്തില്ല, ഇനി ഒരിക്കലും ഞാൻ വിശ്വസിക്കത്തില്ല, ഇനി ഒരിക്കലും ഞാൻ കൂട്ടായ്മയിൽ കൂടത്തില്ല. കഴിഞ്ഞ ദിവസം എന്നോട് ഒരാൾ ചോദിക്കുക, പാസ്റ്റർ ജീവിതമാകെ അത് തന്നെ, ജീവിതാകെ എന്തിനാ പിന്നെ ഞാൻ നിങ്ങളുടെ മീറ്റിങ്ങിൽ കൂടുന്നേ? എനിക്ക് മറുപടിയില്ല. എനിക്ക് അങ്ങനെയൊന്നും ചോദിച്ചാൽ മറുപടിയില്ല. പ്രൈസ് ഗോഡ്. പക്ഷേ ഏതൊരു സമയമെങ്കിലും ഈ യിരെമ്യാവ് പറഞ്ഞതുപോലെ ആ വ്യക്തിയും പറയും, പലവട്ടം ചിന്തിച്ചതാ മീറ്റിങ്ങിന് കൂടണ്ടെന്ന്, എന്നാലും എൻ്റെ ഉള്ളത്തിൽ എവിടെയൊക്കെയോ ദൈവത്തിൻ്റെ സ്വാധീനമുള്ളതുപോലെ എനിക്ക് തോന്നുന്നു. ഇതാ യിരെമ്യാവും പറഞ്ഞേ, പലവട്ടം ഞാനിത് ഒഴിവാക്കാൻ തീരുമാനിച്ചു. ഇനി ദൈവത്തിൻ്റെ നാമത്തിൽ ഞാൻ ഒന്നും സംസാരിക്കത്തില്ല, ഇനി ദൈവത്തിന്റെ നാമത്തിൽ ഞാൻ ഇനി ഒന്നും പ്രവചിക്കത്തില്ല, ഇനി ദൈവം എനിക്ക് വേണ്ട. കാരണം ഒരു രാത്രി മുഴുവൻ ഞാൻ ആമത്തിൽ കിടന്നു. രാത്രി മുഴുവനും ആമത്തിൽ കിടക്കുന്ന പോലത്തെ അവസ്ഥകളാണോ? സ്വാതന്ത്ര്യമില്ല, ഉറങ്ങാൻ പറ്റുന്നില്ല, അസ്വസ്ഥമാണ്. ഒന്ന് കണ്ണടച്ചാൽ ഭയപ്പെടുത്തുന്ന രൂപങ്ങൾ, സ്വപ്നങ്ങൾ. ആ നിലകളിൽ സാത്താൻ ആമത്തിൽ പൂട്ടിയിട്ടിരിക്കുകയാണോ? യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആ ബന്ധനം പൊട്ടി നീ പുറത്തു വരാൻ പോകുകയാണ്. അത് കഴിഞ്ഞിട്ടോ ഒന്ന് കുറയെ 39 അടി. അത് കഴിഞ്ഞിട്ടോ താഴേക്ക് വായിക്കുമ്പോ ആമേൻ, സ്തോത്രം. പശ്ഹൂർ പുരോഹിതൻ തന്റെ സ്നേഹിതന്മാരെ കൊണ്ടും എല്ലാ പ്രവാസികളെ കൊണ്ടും അദ്ദേഹത്തെ കുറ്റം പറയിക്കുകയും ചങ്ങാതിമാരെ കൊണ്ടെല്ലാം അദ്ദേഹത്തിനെതിരെ സംസാരിപ്പിക്കുകയും ഒക്കെ ചെയ്ത് നിന്ദിക്കുന്ന പോലത്തെ അവസ്ഥകൾ. സുഹൃത്തെ, നീ നിന്റെ ഓഫീസിൽ വല്ലാതെ നിന്ദിക്കപ്പെടുന്ന അവസ്ഥയിലാണ്. നിങ്ങളുടെ കൊളീഗ്സിന്റെ ഒക്കെ മുമ്പിൽ നിങ്ങൾ നിന്ദിക്കപ്പെടുന്ന പോലെ, നിങ്ങളുടെ റിലേറ്റീവ്സിന്റെ മുമ്പിൽ
പരിഹസിക്കപ്പെടുന്ന പോലെ, ഈ ദൈവത്തെ അറിഞ്ഞതുകൊണ്ട്, ഈ ദൈവവചനത്തിൽ വിശ്വസിച്ചതുകൊണ്ട്, ഈ തിരുവെഴുത്ത് നിങ്ങൾ കൈകൊണ്ടെടുത്തത് കൊണ്ട് അങ്ങനെയൊക്കെ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടോ? അവരുടെ ഇടയിൽ ഒരു നിന്ദാപാത്രം, അവരുടെ ഇടയിൽ ഒരു ലജ്ജിക്കപ്പെടുന്ന അവസ്ഥ, അവരുടെ ഇടയിൽ ഒരു എഴുന്നേറ്റയില്ലാത്ത വ്യക്തി എന്നുള്ള ഒരു സംസാരം. ഓ മൈ ഗാഡ്, ഇത് തന്നെയല്ലേ യിരെമ്യാവും കേട്ടെ? പക്ഷെ യിരെമ്യാവിനോട് ദൈവം പറഞ്ഞ എന്നാ? നീ പുറത്തു വന്നപ്പോ കാണാൻ കോമളരൂപിയും സുന്ദരനും ആയതുകൊണ്ട് ഞാൻ നിന്നെ തെരഞ്ഞെടുത്തു എന്നാണോ? ഒന്നാമത്തെ വാക്യം, യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാമത്തെ വാക്യം 4 കഴിഞ്ഞ് അങ്ങോട്ട് താഴേക്ക് വായിക്കുമ്പോ, മോനെ, നീ നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുന്നേ ഞാനാ നിന്നെ കണ്ടേ. ദൈവമക്കളെ, ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മളൊക്കെ 10 മാസം കഴിഞ്ഞ് പുറത്തേക്ക് വന്നതിന് ശേഷം അമ്മയും അപ്പനും നമ്മളെ കണ്ടിട്ടുള്ളൂ. പക്ഷെ ഉദരത്തിൽ പിണ്ടാകാരമായിരുന്നപ്പോൾ മുതൽ എൻ്റെ റിയൽ ഇമേജ് എന്നാന്ന് അറിഞ്ഞതൊരൊറ്റ ദൈവമേ ഉള്ളൂ. നമ്മളൊക്കെ പുറത്തു വന്നതിന് ശേഷം അപ്പനും അമ്മയും നമ്മളെയൊക്കെ ലാളിക്കാനും കൊഞ്ചിക്കാനും സ്നേഹിക്കാനും തുടങ്ങി. നമ്മളൊക്കെ പുറത്തു വന്നതിന് ശേഷം നമുക്ക് അവർ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഫീഡ് ചെയ്യാനും ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയും വാക്സിനേറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തേ. പക്ഷെ അതിനു മുന്നേ ചില മാസങ്ങൾ ഞാൻ ജീവനോട് ഇരിക്കുന്നതിന്റെ പിന്നിൽ എന്നെ ജീവനോട് ഇരുത്തിയ ഒരു ദൈവം ഉണ്ട് ആ ഉദരത്തിനകത്ത്. ആമേൻ. നമ്മളൊക്കെ വന്നതിന് ശേഷം നമ്മുടെ വീട്ടിലുള്ളവർക്ക് സ്നേഹം വന്നു. പക്ഷെ ഞാൻ വരുന്നതിന് മുന്നേ എന്നെ അറിഞ്ഞ ഒരു ദൈവമുണ്ട്. എന്തുകൊണ്ട് ഞാൻ ഈ തിരുവെഴുത്ത് കയ്യിലെടുത്തു? എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുന്നേ എന്നെ അറിഞ്ഞ ഒരു ദൈവം ഉണ്ടെന്നുള്ള സത്യം ഞാൻ അറിഞ്ഞതുകൊണ്ട്. എന്തുകൊണ്ട് പല പ്രതികൂലങ്ങളുടെ നടുവിലും ഇന്നും കർത്താവ് യഹോവ ഈരേ എന്ന് പറഞ്ഞ് ഞാൻ നിൽക്കുന്നു? എൻ്റെ അമ്മയുടെ ഉദരത്തിനകത്ത് വെച്ച് തന്നെ എന്നെ കൊന്നു കളവാൻ വേണ്ടി പിശാച് പല പദ്ധതികളും പരിപാടികളും ഇട്ടു എന്ന് ഞാൻ അറിഞ്ഞപ്പോൾ അവിടെ നിന്ന് എന്നെ സേവ് ചെയ്ത ഒരു ദൈവമുണ്ട് എന്നറിഞ്ഞതുകൊണ്ട്. എന്തുകൊണ്ട് ഞാൻ ഇന്ന് ഈ സത്യത്തിൽ നിൽക്കുന്നു? എൻ്റെ അമ്മയുടെ ഉദരത്തിൻ്റെ അകത്ത് ഞാനായിരുന്ന സമയം ആ ഉദരത്തിൽ കിടക്കുന്ന പിണ്ടാകാരമാകുന്ന ശിശുവിന്, അല്ലെങ്കിൽ ഗർഭസ്ഥ ശിശുവിന് ആവശ്യത്തിന് ഭക്ഷണം പോലും കഴിക്കാനില്ലാത്ത ഒരു ഘട്ടം എൻ്റെ അമ്മയ്ക്കുണ്ടായിരുന്ന സമയത്തും അവൻ്റെ അമ്മയ്ക്കും അവനും ആവശ്യമുള്ള ആഹാരം ആവശ്യമെന്നറിഞ്ഞ് എൻ്റെ അമ്മയുടെ മുമ്പിൽ മറ്റൊരു വ്യക്തിയുടെ കരങ്ങളിലൂടെ കൊണ്ടു കൊടുത്ത് കഴിച്ച അമ്മയുടെയും കുഞ്ഞിൻ്റെയും ആയുസ്സിനെ നിലനിർത്തിയ ഒരു ദൈവമുണ്ട് എന്ന സത്യം ഞാൻ തിരിച്ചറിഞ്ഞതുകൊണ്ട്. ഉപേക്ഷിക്കാനാണെങ്കിൽ 1000 കാര്യങ്ങൾ പറയാൻ എനിക്കുണ്ടെങ്കിൽ ഞാൻ ഉപേക്ഷിക്കാതിരിക്കാൻ 10,000 കാര്യങ്ങൾ ഈ ഭൂമിയിൽ ഞാൻ വരുന്നതിന് മുൻപേ എനിക്ക് പറയാനുണ്ടായിരുന്നു. പ്രൈസ് ഗാഡ്. ഇന്ന് നമ്മളെല്ലാം വളരെ നല്ല നിലയിൽ ഭക്ഷിച്ച് ജീവിക്കുന്നു. ഭക്ഷിക്കാനില്ലാത്ത ഒരു കാലഘട്ടത്തിൽ ഈ ദൈവത്തെ അറിഞ്ഞ ദൈവമക്കളുണ്ട് ഈ ഭൂമിയിൽ. നമ്മളൊക്കെ ഭക്ഷിച്ച് ആരാധിച്ച് ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്ക് ദൈവം മറുപടികൾ തരുന്നത് കൊണ്ട് നാം ദൈവത്തിൽ വിശ്വസിക്കുന്നു, ദൈവത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നു. എന്നാൽ ഇതേ ഭൂമിയിൽ, ഇതേ തിരുവെഴുത്തിൽ, ഇതേ 66 പുസ്തകങ്ങൾ കയ്യിലെടുത്ത പല പൂർവ്വ പിതാക്കന്മാർക്കും ഭക്ഷിച്ച് പാനം ചെയ്ത് ഉദരബലത്തോടെ സുവിശേഷം പറവാൻ കഴിയാത്ത കാലഘട്ടങ്ങളിലും പ്രാർത്ഥനയുടെ മറുപടികൾ ഉരുളക്കിഴങ്ങ് ചിപ്സ് പോലെ, പൊട്ടറ്റോ ചിപ്സ് പോലെ ഇന്ന് നമുക്ക് കിട്ടുന്ന പോലെ കിട്ടാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അവരൊക്കെ മാസങ്ങൾ ഉപവസിച്ചും വർഷങ്ങൾ ഉപവസിച്ചും ചില മറുപടികൾ കിട്ടി. അതിൽ പ്രത്യാശ വെച്ച് സന്തോഷിച്ച് അവർ സുവിശേഷ വേല ചെയ്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്ന് നമുക്ക് ഈ പറയുന്ന പോലെ ലേസ് കണക്കിന് നമുക്ക് കിട്ടിയില്ലെങ്കിൽ, മീൻസ് പൊട്ടറ്റോ ചിപ്സ് പോലെ പ്രാർത്ഥനയുടെ മറുപടി കിട്ടിയില്ലെങ്കിൽ യിരെമ്യാവിന്റെ വാചകം ചിലപ്പോൾ നമ്മൾ കടമെടുത്തുന്നിരിക്കും. ഞാൻ ഇനി ദൈവത്തിന്റെ നാമത്തിൽ വിശ്വസിക്കത്തില്ല, ഇനി ആ പള്ളി ഞാൻ പോകത്തില്ല, ഇനി അത് ഞാൻ ചെയ്യത്തില്ല. എനിക്ക് എറിഞ്ഞു കളവാൻ കാര്യങ്ങൾ ഏറെയാ, പക്ഷെ പിടിച്ചു നിർത്താൻ എനിക്ക് 10,000 കാര്യങ്ങളുണ്ടെന്നുള്ള സത്യം തിരിച്ചറിയുക. നമ്മുടെ പൂർവ്വപിതാക്കന്മാർ ഇത്രയും സംവിധാനങ്ങൾ ഇല്ലാതിരുന്ന സന്ദർഭങ്ങളിലും അവർ വിശ്വാസം മുറുകെ പിടിച്ച് വയറെ മുറുക്കിക്കെട്ടി ദീർഘദൂരം സഞ്ചരിച്ച് അവർ ഈ സുവിശേഷ സത്യത്തിന്റെ അകത്ത് നിന്നതിന്റെ ഫലങ്ങളാണ് ഇത്ര സുതാര്യമായി ദൈവവചനം എന്റെയും നിങ്ങളുടെയും അരികിലേക്ക് എത്തുന്നത്. ആ സത്യം വിസ്മരിച്ചുകൂടാ. ദൈവത്തെ അറിയുന്ന ദൈവമക്കൾക്ക് കഷ്ടപ്പാടുണ്ട്, പോരാട്ടമുണ്ട്, പ്രതികൂലമുണ്ട്. പക്ഷേ സാധു കൊച്ചു കുഞ്ഞു ഉപദേശി മുതൽ ഒത്തിരി പുറകിലേക്ക് പോയി കഴിഞ്ഞാൽ ഒത്തിരി അപ്പച്ചന്മാർ വരെ വിശ്വാസത്തിൽ മാത്രം
വിശ്വാസത്താൽ മാത്രം ജീവിച്ച കാലഘട്ടമുണ്ട്. വിശ്വാസത്താൽ മാത്രം ജീവിച്ച കാലഘട്ടമുണ്ട്. ആ വിശ്വാസമൊന്നും നമുക്ക് ആർക്കും ഇല്ല എന്ന ഒരു സത്യവും കൂടെ ഈ തിരുവെഴുത്ത് നമ്മുടെ മുമ്പിൽ തുറന്നു തരികയാണ്. മക്കളെ, ഇന്ന് പ്രാർത്ഥിക്കേണ്ടത് രാജ്യങ്ങൾ ചവിട്ടാനല്ല, പ്രാർത്ഥിക്കേണ്ടെന്നല്ല, രാജ്യങ്ങൾ ചവിട്ടണം. പക്ഷെ അത് വിശ്വാസത്തോടെ ആണെങ്കിൽ ആ രാജ്യം നീ കീഴടക്കത്തുള്ളൂ. എബ്രായർക്ക് എഴുതിയ ലേഖനം പറയുമ്പോൾ എല്ലാം കീഴടക്കിയതിന്റെ പിന്നിൽ വിശ്വാസവീരന്മാരുടെ ആർജവത്വം ഉണ്ടായിരുന്നു. എബ്രായർക്ക് എഴുതിയ ലേഖനമൊക്കെ വായിക്കുമ്പോൾ നമുക്കത് അറിയാൻ പറ്റും. തീയുടെ ബലം കെടുത്തിയതിന്റെ പിന്നിൽ ഫയർഫോഴ്സിന്റെ ഓസ് കയ്യിലിരുന്നു എന്നല്ല അവിടെ പറയുന്നേ. തീയുടെ ബലം കെടുത്തിയതിന്റെ പിന്നിൽ വിശ്വാസവീരന്റെ കാഴ്ചപ്പാടുകൾ ഉണ്ടായിരുന്നു. രാജ്യങ്ങൾ കീഴടക്കിയതിന്റെ പിന്നിൽ കോണ്ടാക്ട്സ് ഉണ്ടായിരുന്നു എന്നല്ല എഴുതിയേക്കുന്നത്. രാജ്യങ്ങൾ കീഴടക്കിയതിന്റെ പിന്നിൽ വിശ്വാസവീരന്മാരുടെ പ്രയത്നങ്ങളും പ്രാർത്ഥനകളും ഉണ്ടായിരുന്നു എന്നു തുടങ്ങി അങ്ങോട്ട് പല കൂട്ടം കാര്യങ്ങൾക്കകത്ത് അസാധാരണമായ മറുപടികൾ വെളിപ്പെട്ടിട്ടുള്ളപ്പോഴെല്ലാം വിശ്വാസവീരന്മാരുടെ നിശ്ചയദാർഢ്യം അതിൻ്റെ നടുവിലുണ്ടായിരുന്നു. പിന്മാറാൻ കാരണങ്ങൾ ഏറെയാണെങ്കിൽ പിന്മാറാതെ ഇരിക്കാൻ കാരണങ്ങൾ എണ്ണമില്ലാത്തതാണ്. പ്രിയപ്പെട്ട സുഹൃത്തെ, ഈ ദൈവം വിശ്വസ്തനായൊരു ദൈവമാണ്. യിരെമ്യാവ് പറഞ്ഞു, ഞാൻ ഇനി ഒരിക്കലും നിന്റെ നാമത്തിൽ പ്രവചിക്കത്തില്ല. കാരണം പശൂർ പുരോഹിതൻ എന്നെ അടിച്ചു, അടിപ്പിച്ചു, ആമത്തിലിട്ടു, നിന്ദിപ്പിച്ചു. എങ്കിലും ദൈവമേ, നിന്റെ വചനം എൻ്റെ അസ്ഥികൾക്കകത്ത് അടച്ചിട്ട് അതെൻ്റെ ഉള്ളത്തിൽ തീ കത്തുന്നത് പോലെ ഇരിക്കുന്നു. താഴേക്ക് വായിക്കുമ്പോൾ 11-ാമത്തെ വാക്യം മുതൽ താഴേക്ക് വായിക്കുമ്പോൾ, ഞാൻ പറഞ്ഞല്ലോ 11-ാമത് നമുക്ക് വായിക്കാം, അതിനു മുന്നേ 7-ാമത്തെ വാക്യത്തിൽ പോവാന്ന് പറഞ്ഞിരുന്നല്ലോ. 11-ാമത്തെ വാക്യം മുതൽ താഴേക്ക് വായിക്കുമ്പോൾ 9 കൂട്ടം കാര്യങ്ങളിൽ യിരെമ്യാവിന്റെ ആത്മവിശ്വാസം അവിടെ വെളിപ്പെടുത്തുകയാണ്. വായിക്കുന്നില്ല, പോയിന്റ് മാത്രം പറയാം. 1, യഹോവ മഹാവീരനെ പോലെ എന്നോട് കൂടെയുണ്ട്. ഇത്രയും നേരം നെഗറ്റീവ് പറഞ്ഞ പുള്ളിയാ, പക്ഷേ സത്യം വീണ്ടും സംസാരിക്കുകയാണ്. യഹോവ ഒരു മഹാവീരനെ പോലെ എന്നോട് കൂടെയുണ്ട്. എന്നെ ഉപദ്രവിക്കുന്നവർ ഇടറി വീഴും, അവർ ജയിക്കയില്ല, അവർ ഏറ്റവും ലജ്ജിച്ചു പോകും, അവർ അഭിവൃദ്ധി പ്രാപിക്കുകയില്ല, അവരുടെ നിത്യലജ്ജ ഒരിക്കലും മായ്ക്കപ്പെടുകയില്ല. യഹോവ നീതിമാനെ ശോധന ചെയ്ത് അന്തരംഗത്തെയും ഹൃദയങ്ങളെയും കാണുന്നു. എന്റെ വ്യവഹാരം ഞാൻ നിന്നോട് ബോധിപ്പിച്ചിരിക്കുന്നു. യഹോവയ്ക്ക് പാട്ടുപാടുവിൻ, അവൻ ദരിദ്രന്റെ പ്രാണനെ ദുഷ്ടന്മാരുടെ കയ്യിൽ നിന്ന് വിടുവിച്ചിരിക്കുന്നു. ഇത് യിരെമ്യാവിന്റെ ആത്മാവിൽ ദൈവം കൊടുത്ത വിശ്വാസമായതുകൊണ്ടാണ് ഇതിനെ ആത്മവിശ്വാസം എന്ന് പറയുന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് ദൈവം ആരോടൊക്കെയോ ചോദിക്കുകയാണ്. ദൈവത്തെ അറിഞ്ഞതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ കഷ്ടപ്പാടേറെയാണെന്ന്, ദൈവത്തെ അറിഞ്ഞിട്ടും എൻ്റെ ജീവിതത്തിൽ ഒരു വിടുതലും ഇല്ല, വ്യത്യാസവും ഇല്ല എന്നൊക്കെ പറയുമ്പോഴും, സുഹൃത്തെ, നിന്നെ ദൈവം സ്വാധീനിച്ചിരിക്കുന്ന മഹാസത്യം നീ അറിയുന്നുണ്ടോ? ദൈവം നിന്നെ കാണുന്നതും ദൈവം നിന്നെ സ്നേഹിക്കുന്നതും ദൈവം നിന്നോട് ഇതുപോലുള്ള അനവധി നിരവധിയാകുന്ന ചെറുതും വലുതുമായ സന്ദേശങ്ങളിലൂടെ സംസാരിക്കുന്നതും കർത്താവ് ജീവിതത്തിൽ ഇടപെടുന്നതും ദൈവം നിങ്ങളെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നതും അവൻ്റെ സ്നേഹത്തെ അറിയിക്കത്തക്ക നിലയിൽ നിങ്ങളെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നതും ദൈവം നിങ്ങളെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുന്നേ കണ്ടിരിക്കുന്നു എന്ന് പറയുന്നതുമൊക്കെ നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടോ? തിരിച്ചറിയാൻ പറ്റുന്നില്ലെങ്കിൽ ഇപ്പോഴും ഈ ലോകത്തിൻ്റെ ദൈവം നമ്മെ കുരുടാക്കി വെച്ചിരിക്കുകയാണ്. എന്നാൽ ആ കണ്ണൊന്ന് തുറക്കാൻ പരിശുദ്ധാത്മാവ് നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. ഒരു നിമിഷം ഹൃദയമൊന്ന് ഏകാഗ്രമാക്കി ആ കണ്ണൊന്ന് ദൈവസന്നിധിയിൽ അടച്ച്, പിതാവേ, എൻ്റെ നഷ്ടപ്പെട്ടു പോയ വിശ്വാസം, ഇന്നത്തെ പ്രാർത്ഥന അതിനാ. ഇന്നത്തെ പ്രാർത്ഥന നഷ്ടപ്പെട്ടു പോയ അവസരം തിരിച്ചു വരാനോ, സമ്പത്ത് തിരിച്ചു വരാനോ, ഭർത്താവ് തിരിച്ചു വരാനോ, ഭാര്യ തിരിച്ചു വരാനോ ഒന്നും അല്ല. വിശ്വാസം ഇല്ലെങ്കിൽ ഇതൊക്കെ നമുക്ക് എങ്ങനെ സാധിക്കും? നഷ്ടപ്പെട്ടു പോയ നമ്മുടെ വിശ്വാസം, നഷ്ടപ്പെട്ടു പോയ നമ്മുടെ പ്രാർത്ഥനാ ജീവിതം, നഷ്ടപ്പെട്ടു പോയ ദൈവിക ബന്ധം തിരിച്ചു പിടിക്കാനുള്ളൊരു കൃപ ദൈവം നമുക്ക് തരാൻ നമുക്ക് എല്ലാവർക്കും ഒന്ന് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം എല്ലാ കണ്ണുകളും ആ ദൈവസന്നിധിയിൽ ഒന്ന് അടച്ച്. സ്പിരിറ്റ് ഓഫ് ഗാഡ് ദൈവം എന്നോട് പറയുന്നു, ഈ സമയം ചില സൗഖ്യങ്ങളും കൂടെ നടക്കും. മേ ബി അതൊരു മാനസികമായൊരു സൗഖ്യമായിരിക്കാം, അത് ശാരീരികമായൊരു സൗഖ്യമായിരിക്കാം. ദൈവം അത് നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നു. റാലിയ മഹസുരാര
യേശുവിന്റെ നാമത്തിൽ. ഓ ജീസസ്. ഒന്ന് എല്ലാവരും പ്രാർത്ഥിച്ചു. പിതാവേ, എൻ്റെ ഉള്ളത്തിലെ വിശ്വാസത്തെ ഒന്ന് വർദ്ധിപ്പിച്ച്, എൻ്റെ വിശ്വാസമൊന്ന് വർദ്ധിപ്പിച്ച്, പിതാവേ, എൻ്റെ ലംഘനങ്ങളൊന്ന് പുറത്ത്, എൻ്റെ പാപങ്ങളൊന്ന് ക്ഷമിച്ച്, നാഥ, ആ വചനത്തിൻ്റെ സത്യത്തെ ഒന്ന് തിരിച്ചറിവാൻ എന്നെ ഒന്ന് സഹായിക്കണമേ. സൗഖ്യമാക്കുന്ന കർത്താവിന്റെ കരമേ, ആശ്വസിപ്പിക്കുന്ന കർത്താവിന്റെ കരമേ, പണിതെടുക്കുന്ന ദൈവത്തിന്റെ കരമേ, രൂപാന്തരപ്പെടുത്തുന്ന ദൈവത്തിന്റെ കരമേ, എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കുന്ന ദൈവത്തിന്റെ കരമേ. Spirit of God, Holy Spirit, Holy Spirit, ഈ സമയം കർത്താവിന്റെ കൈ നിന്നെ തൊടുന്നു. യേശുവിന്റെ ശക്തി നിന്റെ മേൽ വരുന്നു. എല്ലാ അവിശ്വാസത്തിന്റെ കെട്ടുകളും പൊട്ടുന്നു. എല്ലാ ദുഷ്ടൻ നിന്റെ ജീവിതത്തിൽ കൊണ്ട് മൂടിയ ഇരുട്ടിന്റെ മൂടുപടങ്ങളും ദൈവം കത്തിച്ചു കളയുന്നു. ഓ രമശിഹാന ലേയാം സേ ആഘോഷ്മി രേദിയാംത ലാബ്രോഷിയാംതനെ. The God is opening. റിഖാമാന ഹംതുനവ. ചിലരുടെ മുമ്പിൽ പുതിയ ഗതികളെ ദൈവം തുറക്കുന്നു എന്ന് ആത്മാവ് പറയുന്നു. പുതിയ വഴികളെ തുറക്കുന്നു. നിന്റെ ആത്മീയ ജീവിതത്തിന്റെ ചൈതന്യത്തെ പോലും ബാധിച്ച ചിലത് കർത്താവ് ഈ സമയം കത്തിച്ചു കളയുക. ദുഃഖഭാരങ്ങൾ ദൈവം എടുത്തു മാറ്റുന്നു. നിന്നെ ഒത്തിരി പേർ അടിച്ചു, നിന്നെ ഒത്തിരി പേർ പുച്ഛിച്ചു, നിന്ദിച്ചു, പരിഹസിച്ചു, അവമാനിച്ചു, കളിയാക്കി. പക്ഷേ നിന്റെ അസ്ഥികളിൽ നിന്ന് എടുത്തു കളവാൻ കഴിയാത്ത, നിന്റെ അസ്ഥികളിൽ അടച്ച് നിന്റെ ഉള്ളത്തിൽ തീ പോലെ കത്തിക്കുന്ന ഒരു ദൈവത്തിന്റെ അഭിഷേകത്തെ തകർക്കാൻ അവന്റെ നിന്ദയ്ക്കോ പരിഹാസങ്ങൾക്കോ അവൻ അടിച്ച ചമ്മട്ടിക്കോ അവന്റെ കുത്തുവാക്കുകൾക്കോ ഏഷണികൾക്കോ ദൂഷണത്തിനോ കഴിഞ്ഞിട്ടില്ല എങ്കിൽ യൂസ് യുവർ അനോയിന്റിംഗ്. നിന്റെ അഭിഷേകത്തെ ഉപയോഗിക്കുക. അഭിഷേകത്തിന്റെ പുഷ്ടി മുഖത്തെ തകർക്കുന്നു എന്ന് ദൈവവചനം പഠിപ്പിക്കുന്നുവല്ലോ. നഷ്ടപ്പെടാത്ത ഒന്നുണ്ട്, അഭിഷേകം. നഷ്ടപ്പെടുത്തിക്കൂടാത്ത ഒന്നുണ്ട്, അഭിഷേകം. നഷ്ടമാകാത്ത ഒന്നുണ്ട്, അഭിഷേകം. യൂസ് ഇറ്റ്. ഓ ജീസസ്. ഷാഥാലാബ റാൽമാ സെഖേന ലാബ്രോ ഷെഥേലേഗെ രേഗെ ഷെഥേലെ. Pray, pray, pray. Yaba shatele yamte riyamtho rohoshia. പ്രാർത്ഥിക്കുക. കർത്താവ് ഇന്ന് നിന്നോടാ സംസാരിക്കുന്നേ. നീ പിന്മാറാനുള്ളവനല്ല, നീ ഇങ്ങനെ ജീവിക്കാനുള്ള വ്യക്തി അല്ല. ഈ രീതിയിലല്ല നിന്റെ ആത്മീയ ജീവിതം. ഇതല്ല ദൈവത്തിന് നിന്നെ കുറിച്ചുള്ള കാഴ്ചപ്പാട്. നീ ഇങ്ങനെ ദൈവത്തിന് നേരെ പിറുപിറുക്കാനുള്ളവനല്ല. നീ ദൈവത്തെ വിധിക്കാനുള്ളവനല്ല. നീ അജ്ഞനെ പോലെ ജീവിക്കാനുള്ളവനോ സംസാരിക്കാനുള്ളവനോ അല്ല. ദൈവത്തിന്റെ വൻ കാര്യങ്ങളെ കുറിച്ച് പ്രസ്താവിപ്പാൻ തക്കവണ്ണം ദൈവം തിരഞ്ഞെടുത്തൊരു വ്യക്തിയാ. പ്രേ. നിന്റെ ആത്മക്കണ്ണ് തുറക്കാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുക. നീ ദൈവം പറഞ്ഞിട്ടാ ചിലത് പ്രവചിച്ചെങ്കിൽ, നീ ദൈവം പറഞ്ഞിട്ടാ ചിലതൊക്കെ നീ ചെയ്തെങ്കിൽ, നീ ദൈവം പറഞ്ഞിട്ടാ ചിലയിടത്തേക്ക് പോയതെങ്കിൽ, നീ ദൈവം പറഞ്ഞിട്ടാ ചിലയിടത്ത് നീ ഇറങ്ങിയതെങ്കിൽ, നീ അതിനകത്ത് നീ വേദനിക്കേണ്ട, നിരാശപ്പെടേണ്ട. 1-ാം വാക്യത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ ഇരമ്യാവേ, ദൈവം പറഞ്ഞിട്ടല്ലേ നീ പ്രവാചകനായേ,
ദൈവം പറഞ്ഞിട്ടല്ലേ നീ പ്രവചിച്ചേ? ദൈവം പോകാൻ പറഞ്ഞിട്ടല്ലേ പോയേ? പിന്നെന്തിനാ 20ാമത്തെ വാക്യം എത്തിയിട്ട് നീ ഇങ്ങനെ വ്യസനിക്കുന്നേ? നീ ഇങ്ങനെ സ്വയം ശപിക്കുന്നേ? ജന്മദിവസത്തെ ശപിക്കുന്നേ? പ്രസവിച്ച അമ്മയുടെ ഉദരത്തിൽ ഉരുവായ സമയവും ദിവസവും ശപിക്കുന്നേ? ദൈവം പറഞ്ഞിട്ടാ നീ ചിലത് ചെയ്തെങ്കിൽ ഉത്തരവാദിത്വം മുഴുവനും ദൈവത്തിൻ്റെതാ. ദൈവം ഒന്നും കാണാതെ ഒന്നും ചെയ്യാൻ പറയത്തില്ല. ദൈവം ഒന്നും കാണാതെ ഒന്നും ചെയ്യാൻ പറയത്തില്ല. ദൈവം ഒന്നും കാണാതെ ഒന്നും ചെയ്യാൻ പറയത്തില്ല. ഓ ജീസസ്. ഈ അവസരത്തെ മിസ്യൂസ് ചെയ്ത്, ചൂഷണം ചെയ്ത് നിന്നെ ഉയർത്തത്തില്ലെന്ന് വാദിക്കുന്ന ശക്തിക്കെതിരെ നിന്റെ അസ്ഥികൾക്കകത്ത് ദൈവമടച്ചകത്ത് തീ പോലെ കത്തിക്കുന്ന അഭിഷേകത്തെ നീ ജ്വലിപ്പിക്കുക. Jesus, Holy Spirit, oh Rama Shikata Labo Shianta Le Broko Shitelege Bekatala. പിതാവേ, ഞാൻ ഈ ജനത്തിനായി ദൈവസന്നിധി പ്രാർത്ഥിക്കുന്നു. പിതാവേ, ഈ ജനത്തിന് ദൈവം കൊടുത്ത സന്ദേശത്തിന് നന്ദി. ഞങ്ങളെ ഒരുമിച്ച് ഇന്ന് അവിടുന്ന് ബലപ്പെടുത്തി, ഞങ്ങളോട് അവിടുന്ന് സംസാരിച്ചു. കർത്താവേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ, ഞങ്ങളെ ശക്തീകരിക്കണമേ, ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ ഇത്രയും സമയം ഞങ്ങളോട് കൂടെ ആയിരുന്ന എല്ലാ ദൈവജനത്തെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അവരെ പിതാവേ, അവിടുന്ന് തൊട്ടിരിക്കയാൽ നന്ദി, സൗഖ്യമാക്കിയിരിക്കയാൽ സ്തോത്രം, ഇവരെ ബ്ലസ് ചെയ്തിരിക്കയാൽ നന്ദി. ദൈവമേ, ഞങ്ങളുടെ ഈ കൂട്ടായ്മയെ അവിടുന്ന് വളർത്തുകയും അഭിഷേകത്തിൻ്റെ ഒരു വലിയ തലത്തിലേക്ക്, അളവിലേക്ക് ഉയർത്തുകയും ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇതിലെ ഓരോ സന്ദേശങ്ങൾ മേലും സ്വർഗീയ ചിറകുകൾ വെച്ച് കർത്താവേ, ലോകത്തിന്റെ അറ്റത്തോളം ദൈവം അയച്ച് ജനത്തെ ക്രിസ്തുവിൽ പണിതൊരുക്കി എടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെല്ലാ മഹത്വം അങ്ങേക്ക് തരുന്ന നാഥ, അങ്ങയുടെ നാമം മാത്രം ഉയരട്ടെ, അങ്ങയുടെ നാമം മാത്രം ഉയരട്ടെ, അങ്ങയുടെ നാമം മാത്രം ഉയരട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ശക്തിയോടെ ഒരു 3 ഹല്ലേലൂയ പറഞ്ഞ എല്ലാ ദൈവമക്കളും ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. നിങ്ങളുടെ സ്നേഹത്തിനും അനുസരണത്തിനും ഒക്കെ നന്ദി. കർത്താവ് നിങ്ങളെല്ലാവരെയും ഇന്ന് അനുഗ്രഹിച്ചിട്ടുണ്ട്. നിങ്ങളോട് എല്ലാവരോടും ദൈവം സംസാരിച്ചു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ വാട്സാപ്പിൽ ഈ നമ്പറിൽ അറിയിക്കാവുന്നതാണ്. അല്ല എങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യ കോൾസ് ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിക്കാനും അവസരമുണ്ട്. ഞങ്ങളുടെ മീറ്റിംഗ് സമയം 2 നേരമാണ്, രാവിലെ 6:30 വൈകുന്നേരം 6:30. ഞങ്ങളുടെ ഈ 2 നേരത്തെ മീറ്റിങ്ങിലും നിങ്ങൾ പങ്കെടുക്കുക. മറ്റുള്ളവർ കൂടി ഞങ്ങളുടെ ഈ സന്ദേശങ്ങൾ നിങ്ങൾ ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക. മറ്റുള്ളവരോടും കൂടെ ഞങ്ങളുടെ ഈ മീറ്റിങ്ങിനെ കുറിച്ച് നിങ്ങൾ അറിയിക്കുക. പുതിയ മെമ്പേഴ്സിനെ നിങ്ങൾ കൊണ്ടുവന്ന് നിങ്ങൾ ഒരുമിച്ച് ദൈവവചനം കേട്ട് നിങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച് നിങ്ങൾ ശക്തി പ്രാപിക്കുക. കർത്താവ് വരാൻ അധിക സമയമില്ല. അതുകൊണ്ട് നിങ്ങൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഭംഗിയോടെ, ശ്രദ്ധയോടെ, ചിട്ടയോടെ നിങ്ങൾ ചെയ്യണമെന്നും കൂടെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ഇത്രയും സമയം ഞങ്ങളോടുകൂടെ ആയിരുന്ന എല്ലാവർക്കും ഞാൻ ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞാൻ ആശീർവാദം പറയുന്നു. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനാം യേശു ക്രിസ്തുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും കാവലും ഈ മീറ്റിങ്ങിലായിരുന്ന എല്ലാ ദൈവജനത്തോടും കേൾപ്പിച്ച ദൈവവചനത്തോടും സകല വിശുദ്ധന്മാരോടും ഇന്നുമെന്നും കർത്താവിൻ്റെ വരവോളവും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ജയം നൽകിയ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമായ കർത്താവ് നിങ്ങളെയും നിങ്ങൾക്കുള്ള എല്ലാറ്റിനെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. അടുത്ത ദിവസം നമുക്ക് ഒരുമിച്ച് കാണുന്നത് വരെ അത്യുന്നതൻ്റെ ചിറകിൻ്റെ കീഴിൽ കർത്താവ് നമ്മെ സൂക്ഷിക്കട്ടെ. ഐ ബ്ലസ് യു ഇൻ ജീസസ് ഓൾമൈറ്റി നെയിം. ആമേൻ.